ഒരു വർഷത്തിനടുത്തായില്ലേ? ഒരു വർഷത്തിന് മേളിലായി. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് തന്നെയായിരുന്നു. ഒരു ഹലോ നമസ്തേ ശേഷന്റെ മലയാളത്തിലുള്ള ആദ്യത്തെ റിലീസാണ്. ഇതിനിടയ്ക്ക് ചെയ്ത സിനിമ ഞാൻ ഒരു തെലുങ്ക് പടം ചെയ്തു എന്നുള്ളതിനാണ് ഇതിന് ഇടയ്ക്ക് സംഭവിച്ച വേറൊരു സംഭവം. തെലുങ്കിലേക്ക് പോയ ഇടയ്ക്ക് ഒരു തെലുങ്ക് സിനിമ ചെയ്തു. രാജേഷ് ടച്ചർവർ എന്ന് പറഞ്ഞിട്ട് നാബങ്കാർ തള്ളി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് 2010 നാഷണൽ അവാർഡ് കിട്ടി. അതിന് മലയാളം ഇറങ്ങിയിരുന്നു, എന്റെ എന്ന് പറഞ്ഞിട്ട്. അഞ്ജലി പാട്ടിലും സിദ്ദിഖേട്ടനൊക്കെ. സിദ്ദിഖേട്ടൻ ഇപ്പൊ അതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി തെലുങ്ക്. അപ്പൊ പുള്ളിയുടെ ഒരു സിനിമ അവിടെ, അത് സിംഗ് സൗണ്ട് ആയിരുന്നു, കംപ്ലീറ്റ് തെലുങ്കും പരിപാടിയൊക്കെ ആയിട്ട്. അതൊരു ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ഈ ഒരു വർഷത്തിൽ സംഭവിച്ച നല്ലൊരു രസകരമായ സംഭവം. പിന്നെ ചാൻസും അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. ശരി. ഈ ഒരു വർഷത്തിന് ഇടയിൽ എന്താ ചെയ്തത്? വല്ല പ്രത്യേകിച്ച് വല്ല പരിപാടി ഉണ്ടായിരുന്നു ഈ അഭിനയം അല്ലാതെ? എന്തെങ്കിലും പണിക്ക് പോക്കൂടെ എന്നാണ് ഞാനിങ്ങനെ ചോദിക്കുന്നൊരു പതുക്കെ. എന്റെ സാധാരണ എന്റെ ബന്ധുക്കളൊക്കെ ചോദിക്കുന്നത്, നീ ജോലി കളഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഇനി ജോലി ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ ആദ്യം പറയാറ്. അല്ല, ഇതിനിടയ്ക്ക് വേറെ സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം പലപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് പലപ്പോഴും വിലയിരുത്തുന്നത് ഈ ബ്രേക്കുകളുടെ കാര്യം വെച്ചാണ്. ഇത്രയും നാൾ എന്തിനാണ് പുള്ളി പോയത്, അല്ലെങ്കിൽ ഇത്രയും നാൾ മാറി നിന്നപ്പോ ഇത്ര ഒരു വർഷം പോയില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ കംഫർട്ട് അനുസരിച്ച് തന്നെ. അല്ല, നല്ല കാര്യമുണ്ട്, വളരെയധികം വളരെയധികം കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സിനിമകൾ ഹിറ്റായതിനു ശേഷമാണ് കൂടുതൽ ബ്രേക്ക് വരിക. ഇപ്പോ നീക്കോ ഞാച്ച കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം 1983 വന്നു. 1983 കഴിഞ്ഞിട്ട് അതിലും ഭീകര ഒരു ബ്രേക്കായിരുന്നു. അപ്പൊ പടം ഹിറ്റായി കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക് വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഹലോ നമസ്തേ ഇറങ്ങിയാൽ നന്നായി പോയി. അതിനുശേഷവും ഒരു വലിയൊരു ബ്രേക്ക് വന്നു. അപ്പൊ ഇത് ഞാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സാധനമൊന്നുമല്ല. എനിക്ക് നല്ല സാധനങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. പിന്നെ കേൾക്കുന്നതൊന്നും എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുമില്ല. അപ്പൊ പിന്നെ ചെയ്താൽ അതിലും ചിലപ്പോൾ ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് ആ ചാൻസിൽ വന്നെത്തിയത്. അതിനുശേഷമാണ് ചാൻസിലേക്ക് വന്നെത്തിയത്. അനുവിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. അനു സിനിമയിലേക്കൊന്നും ഒരു പക്ഷേ ഈ മോഡലിംഗ് അങ്ങനെ മോഡലിംഗ് ഒന്നുമല്ല. ഞാൻ സിനിമയിൽ വന്നിട്ട് കുറെ കാലമായി. അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്താന്നേ ഉള്ളൂ. അത് ശരി. ഹാപ്പി വെഡിങ്ങിലൂടെയാണ് ആളുകൾ ഷാഹിന എന്നുള്ള ക്യാരക്ടർ. അതിന് മുമ്പ് ചെറിയ കഥാപാത്രം. അതിന് മുമ്പ് ഇന്ത്യൻ പ്രണയകഥ ചെയ്തു, അനാർക്കലി ചെയ്തു. ഫസ്റ്റ് മൂവി പൊട്ടാസ് ബോംബാണ്, ടിൻചേന്റെ ഒരു മൂവി. പിന്നെ ഇന്ത്യൻ പ്രണയത്തിലേക്ക് വിളിച്ചത് ആ പൊട്ടാസ് ബോംബിന്റെ ഒരു സോങ് കണ്ടിട്ടാണ്. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പം ഞാൻ ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കുറച്ചൊരു ഇമ്പോർട്ടന്റ്, അതായത് കുറച്ചില്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഹാപ്പി വെഡിങ് തന്നെയാണ് വരവ് എന്ന് വെച്ചാൽ ഇങ്ങനെ അറിയാതെ ഓരോന്ന് വന്നുകൊണ്ടേയിരുന്നു. യാദൃശ്യമായിട്ട് ഓരോന്ന് വന്നുകൊണ്ടേയിരുന്നു. ഹാപ്പി വെഡിങ് ആണ് എല്ലാരും ഒന്ന് അറിഞ്ഞത്. ഷാഹിന തേപ്പുകാരി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് ഇപ്പോഴും ഞാൻ അനുശ്രീ തേപ്പുകാരി അല്ലേ എന്നാ ചോദിക്കല്ല. രണ്ട് തേപ്പുകാരുണ്ടല്ലോ, അനുശ്രീ അനുവാണ് രണ്ടുപേരും. ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ അഭിനയിക്കാൻ ഉണ്ണിയുണ്ട്, നാദിലുണ്ട്, ജയറാമേട്ടനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ആഘോഷം? ജയറാമേട്ടനൊപ്പം ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഭാര്യ എത്ര പോരാന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അതിനുശേഷം ഉണ്ണി നേരത്തെ കണ്ട് പരിചയവും അങ്ങനെ കേട്ട് പരിചയവും ഒക്കെ ഉള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരുപാട് അടുത്ത പരിചയമില്ല. ഇല്ല, നേരിട്ട് അങ്ങനെ അധികം പരിചയമില്ലായിരുന്നു. അതിലും ഈ പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ളത്. പക്ഷെ ഈ സെറ്റിൽ വന്നിട്ട് പക്ഷെ നമ്മളൊരു 40-45 ദിവസം ആണെങ്കിൽ പല 2-3 ഷെഡ്യൂളായിട്ടൊക്കെ പോയപ്പോ ഒരു 2-3 മാസത്തോളം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു ഭയങ്കര രസകരം, ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻസും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു സെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രകാശ് രാജ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര പേടിയായിരുന്നു, പുള്ളി എങ്ങനെയായിരിക്കും എന്നൊക്കെ വെച്ച് നമ്മള്. പക്ഷെ പുള്ളി നമ്മൾ ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാതെ, നമ്മളിപ്പം പുള്ളി ചിലപ്പോൾ ഇത്തിരി മോശം മൂഡിലൊക്കെ ആയിരിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്തായിരിക്കും പുള്ളി ഏറ്റവും കൂളായിട്ട് നമ്മൾ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ലേണിംഗ് പ്രോസസ് ഉള്ള ഒരു സിനിമയായിരുന്നു. ഇതിന്റെ ഒരു പ്രയാഗ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പ്രയാഗ എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി മൂഡിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ പ്രയാഗയുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് റീത്ത, അമലാപോളിന്റെ ക്യാരക്ടർ. റീത്തേനെ എപ്പോഴും ഇങ്ങനെ പറ്റിച്ചേർന്ന് എന്തുണ്ടെങ്കിലും പേടിയൊക്കെ തോന്നിയ റീത്തയുടെ പിറകിലേക്ക് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ. സഞ്ജു അഭിനയിച്ചത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വെള്ളുണ്ടാവുന്ന സിനിമകളാണ് നമുക്കറിയാവുന്നത്. അത് പക്ഷേ സഞ്ജുവിന്റെ കഥാപാത്രം എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു, സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത് തുടക്കം തൊട്ട് ഇപ്പോൾ ആ ചാൻസിലെത്തിക്കുമ്പോൾ? ഞാനൊരു ഗ്രോത്ത് ഇൻ ദ സെൻസ്, ഞാൻ പേഴ്സണലി അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന അത്യാവശ്യം ഭയങ്കര സ്ലോ പ്രോഗ്രസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഒരു ഭയങ്കര സ്ലോ പ്രോഗ്രസ് ആണ്. പയ്യെത്തുന്ന പരിപാടിയാണോ? പയ്യെ തിന്നല്ല, പയ്യെ തീറ്റ കിട്ടുന്നുള്ളൂ. തീറ്റ വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ പതുക്കെ തിന്നു പോവാ. അപ്പോൾ
സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പ്ലാൻഡ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരും. പക്ഷേ എനിക്ക് എപ്പോഴും വന്നിട്ടുള്ളത് സക്സസും ഫെയിലിയറും ഭയങ്കര അടുത്തടുത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും 1983 പറഞ്ഞാണ് എൻ്റെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു സിനിമ ഏതാണ് 1983, അല്ലെങ്കിൽ അതിനുശേഷം നീക്കോ ഞാച്ച. 1983 കഥാപാത്രങ്ങളുടെ ആരെങ്കിലും ഇത് സഞ്ജുവിനെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടോ? ആ പ്രശ്നമുണ്ട് ഉണ്ടല്ലേ? ആ പ്രശ്നമുണ്ട്. ഇപ്പം നീക്കോ ഞാച്ചയിൽ കണ്ടിട്ടുള്ള അത് ഇഷ്ടപ്പെട്ടുള്ള പല ആൾക്കാർക്ക് ഞാൻ പിന്നീട് വേറെ സിനിമയിൽ അഭിനയിച്ചായിട്ട് അറിവില്ല. അത് ശരി. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക അതൊരു വിജയമാണല്ലോ, കാരണം നിങ്ങളെ കഥ. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ ഒരു എന്താ പറയുന്നത് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതൊരു ചില ബ്രാൻഡ് റീകളക്ട് ചെയ്യുക, ഒരു സാധനം നമ്മൾ റീകളക്ട് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പണ്ട് അജു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എടാ നീ ലുക്കൊന്നും മാറ്റരുത്, ഒരു ആദ്യത്തെ ഒരു 10-12 സിനിമകൾ ഒരേപോലെ പോകണം, ഇങ്ങനെ ഫെമിലിയാരിറ്റി വരുള്ളൂ. അത് പക്ഷേ ആ സമയത്ത് അങ്ങനെ കിട്ടുന്ന സിനിമകൾ അങ്ങനെ വളരെ വിരലെണ്ണാവുന്ന സിനിമകളെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 1983 ഒരുപാട് സ്പേസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല, അതൊരു ഹീറോ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്, എല്ലാവരും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരിലും ഒരാളെന്നുള്ള രീതിയിൽ അങ്ങ് സംഭവിക്കാനൊന്നുമില്ല. അനു എങ്ങനത്തെ കഥാപാത്രങ്ങളായിരിക്കും സാധാരണ ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് തോന്നുക? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഞാൻ ശരിക്കും സ്റ്റോറി കേട്ടിട്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല്ലോ എന്നൊക്കെ തീരുമാനിക്കാറ്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ക്യാരക്ടർ ചെയ്താൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കേട്ട് കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമല്ലോ, അത് അത്രേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി ഡാൻസുമായിട്ട് അങ്ങനെ കിട്ടിയാൽ തകർക്കുമായിരിക്കും. കാരണം ഡാൻസ് ഓൾറെഡി ചെറുപ്പം മുതലേ പഠിച്ചതുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു പോർഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റും. ഡാൻസ് പഠിച്ചതുകൊണ്ട് അഭിനയത്തിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ, കാരണം ഡാൻസിന് അഭിനയത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഡാൻസിൽ. ഒരു ഡാൻസർ പറഞ്ഞത് ഡാൻസ് പഠിക്കുന്നവർക്ക് കുറച്ച് എക്സ്പ്രഷൻ കൂടുതൽ ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും. കൂടുതലിടാം, തീർച്ചയായിട്ടും വരും. കാരണം എന്ന് വെച്ചാൽ ഡാൻസിൽ ഈ പുരികവും കണ്ടൊക്കെ ഭയങ്കര ഓവറായിട്ട് ഭയങ്കരമായിട്ട് അനക്കിയിട്ടൊക്കെയാണ് ചെയ്യുക. അപ്പം സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് മൂവിയിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പുരുവൊക്കെ വല്ലാതെ അനങ്ങുമായിരുന്നു. അത്ര അനക്കല്ലെന്ന് പറയും, പുരുവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളക്കരുത് എന്ന് പറയും. പക്ഷെ ഇപ്പൊ കുറെ ഞാൻ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സിനിമ ആയില്ലേ, കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടർ ആയാലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേട്ട് കുറെ മാറി. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡാൻസ്. ചെറിയ ചെറിയ എക്സ്പ്രഷനൊക്കെ ഇടാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറ്റും. ഒരു വർഷത്തിനടുത്തായില്ലേ? ഒരു വർഷത്തിന് മേളിലായി. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് തന്നെയായിരുന്നു. ഒരു ഹലോ നമസ്തേ ശേഷന്റെ മലയാളത്തിലുള്ള ആദ്യത്തെ റിലീസാണ്. ഇതിനിടയ്ക്ക് ചെയ്ത സിനിമ ഒരു തെലുങ്ക് പടം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇതിന് ഇടയ്ക്ക് സംഭവിച്ച വേറൊരു സംഭവം. തെലുങ്കിലേക്ക് പോയ ഇടയ്ക്ക് ഒരു തെലുങ്ക് സിനിമ ചെയ്തു. രാജേഷ് അച്ഛർവർ എന്ന് പറഞ്ഞിട്ട് നാ ബംഗാർ തൊല്ലി എന്ന് പറഞ്ഞിട്ട് പുള്ളി 2010 നാഷണൽ അവാർഡ് കിട്ടി. അതിന് മലയാളം ഇറങ്ങിയിരുന്നു, എന്റെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പാട്ടിലും സിദ്ദിഖേട്ടനൊക്കെ. സിദ്ദിഖേട്ടൻ ഇപ്പൊ അതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി തെലുങ്ക്. അപ്പൊ പുള്ളിയുടെ ഒരു സിനിമ അവിടെ അത് സിംഗ് സൗണ്ട് ആയിരുന്നു, കംപ്ലീറ്റ് തെലുങ്കും പരിപാടിയൊക്കെ ആയിട്ട്. അതൊരു ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ഈ ഒരു വർഷത്തിൽ സംഭവിച്ച നല്ലൊരു രസകരമായ സംഭവം. പിന്നെ അച്ചാൻസും അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. ശരി. ഈ ഒരു വർഷത്തിന് ഇടയിൽ എന്താ ചെയ്ത്? വല്ല പ്രത്യേകിച്ച് വല്ല പരിപാടി ഉണ്ടായിരുന്നു അഭിനയം അല്ലാതെ? എന്തെങ്കിലും പണിക്ക് പോക്കൂടെ എന്നാണ് ഞാനിങ്ങനെ ചോദിക്കുന്നവർ പതുക്കെ. എന്റെ സാധാരണ എന്റെ ബന്ധുക്കളൊക്കെ ചോദിക്കാം, നീ ജോലി കളഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഇനി ജോലി ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ ആദ്യം പറയാറ്. അല്ല, ഇതിനിടയ്ക്ക് വേറെ സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു ഞാൻ ചോദിക്കാൻ കാര്യം പലപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് പലപ്പോഴും വിലയിരുത്തുന്നത് ഈ ബ്രേക്കുകളുടെ കാര്യം വെച്ചാണ്. ഇത്രയും നാൾ എന്തിനാണ് പുള്ളി പോയത്, അല്ലെങ്കിൽ ഇത്രയും നാൾ മാറി എന്നപ്പോ ഇത്ര ഒരു വർഷം പോയില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് തന്നെ. അല്ല, നല്ല കാര്യമുണ്ട്, വളരെയധികം കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സിനിമകൾ ഹിറ്റായതിനു ശേഷമാണ് കൂടുതൽ ബ്രേക്ക് വരിക. ഇപ്പോ നീക്കോ ഞാച്ച കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം 1983 വന്നു. 1983 കഴിഞ്ഞിട്ട് അതിലും ഭീകര ഒരു ബ്രേക്കായിരുന്നു. അപ്പൊ പടം ഹിറ്റായി കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക് വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഹലോ നമസ്തേ ഇറങ്ങിയാൽ നന്നായി പോയി. അതിനുശേഷവും വലിയൊരു ബ്രേക്ക് വന്നു. അപ്പൊ ഇത് ഞാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സാധനമൊന്നുമല്ല. എനിക്ക് നല്ല സാധനങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. പിന്നെ കേൾക്കുന്നതൊന്നും എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുമില്ല. അപ്പൊ പിന്നെ ചെയ്താൽ അതിലും ചിലപ്പോൾ ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് അച്ചാൻസിൽ വന്നെത്തിയത്. അതിനുശേഷമാണ് അച്ചാൻസിലേക്ക് വന്നെത്തിയത്. അനുവിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. അനു സിനിമയിലേക്കൊന്നും ഒരു പക്ഷേ ഈ മോഡലിംഗ് അങ്ങനെ മോഡലിംഗ് ഒന്നുമില്ല. ഞാൻ സിനിമയിൽ വന്നിട്ട് കുറെ കാലമായി, അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്താന്നേ ഉള്ളൂ. ശരി. ഹാപ്പി വെഡിങ്ങിലൂടെയാണ് ആളുകൾ ഷാഹിന എന്നുള്ള ക്യാരക്ടർ. അതിന് മുമ്പ് ചെറിയ കഥാപാത്രം, അതിന് മുമ്പ് ഇന്ത്യൻ പ്രണയകഥ ചെയ്തു, അനാർക്കലി ചെയ്തു,
ഫസ്റ്റ് മൂവി പൊട്ടാസ് ബോംബാണ്, ടിൻഡിച്ചേന്റെ ഒരു മൂവി. പിന്നെ ഇന്ത്യൻ പ്രണയത്തിലേക്ക് വിളിച്ചത് ആ പൊട്ടാസ് ബോംബിന്റെ ഒരു സോങ് കണ്ടിട്ടാണ്. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പം ഞാൻ ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കുറച്ചൊരു ഇമ്പോർട്ടന്റ്, അതായത് കുറച്ചില്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഹാപ്പി വെഡിങ് തന്നെയാണ്. വരവെന്ന് വെച്ചാൽ ഇങ്ങനെ അറിയാതെ ഓരോന്ന് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ യാദൃശ്യമായിട്ട് ഓരോന്ന് വന്നുകൊണ്ടേയിരുന്നു. ഹാപ്പി വെഡിങ് ആണ് എല്ലാവരും ഒന്ന് അറിഞ്ഞത്. ഷാക്കിന തേപ്പുകാരി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇപ്പോഴും ഞാൻ അനുശ്രീ തരം തേപ്പുകാരി അല്ലേ എന്നാ ചോദിക്കുക എല്ലാവരും. രണ്ട് തേപ്പുകാരുണ്ടല്ലോ, അനുശ്രീ അനുവാണ് രണ്ടുപേരും. ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ അഭിനയിക്കാൻ ഉണ്ണിയുണ്ട്, നാദിലുണ്ട്, ജയറാമേട്ടനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ആഘോഷം? ജയറാമേട്ടനൊപ്പം ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഭാര്യ എത്ര പോരാന്നുണ്ട് സിനിമ. അപ്പൊ അതിനുശേഷം ഉണ്ണി നേരത്തെ കണ്ട് പരിചയവും അങ്ങനെ കേട്ട് പരിചയവും ഒക്കെ ഉള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരുപാട് അടുത്ത പരിചയമില്ല. ഇല്ല, നേരിട്ട് അങ്ങനെ അധികം പരിചയമില്ലായിരുന്നു. അതിലും ഈ പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ളത്. പക്ഷെ ഈ സെറ്റിൽ വന്നിട്ട് പക്ഷെ ഞങ്ങളൊരു നമ്മളൊരു 40-45 ദിവസം ആണെങ്കിൽ പല 2-3 ഷെഡ്യൂളായിട്ടൊക്കെ പോയപ്പോ ഒരു 2-3 മാസത്തോളം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു ഭയങ്കര രസകരം, ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു സെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രകാശ് രാജ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര പേടിയായിരുന്നു, പുള്ളി എങ്ങനെയായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് നമ്മള്. പക്ഷെ പുള്ളി നമ്മൾ ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാതെ, നമ്മളിപ്പം പുള്ളി ചിലപ്പോൾ ഇത്തിരി മോശം മൂഡിലൊക്കെ ആയിരിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്തായിരിക്കും പുള്ളി ഏറ്റവും കൂളായിട്ട് നമ്മള് ഭയങ്കര രസമായിരുന്നു. ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒരു അത്യാവശ്യം നല്ലൊരു ലേണിംഗ് പ്രോസസ് ഉള്ള ഒരു സിനിമയായിരുന്നു. ഇതിന്റെ ഒരു പ്രയാഗ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പ്രയാഗ എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി മൂഡിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ പ്രയാഗയുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് റീത്ത, അമല പോളിന്റെ ക്യാരക്ടർ. റീത്തേനെ എപ്പോഴും ഇങ്ങനെ പറ്റിച്ചേർന്ന് എന്തുണ്ടെങ്കിലും പേടിയൊക്കെ തോന്നിയ റീത്തയുടെ പിറകിലേക്ക് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ. സഞ്ജു അഭിനയിച്ചത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വിരലുണ്ടാവുന്ന സിനിമകളാണ് നമുക്കറിയാം. അത് പക്ഷേ സഞ്ജുവിന്റെ കഥാപാത്രം എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു, സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത് തുടക്കം തൊട്ട് ഇപ്പോൾ ആ ചാൻസിലെത്തിക്കുമ്പോൾ? ഞാനൊരു ഗ്രോത്ത് ഇൻ ദ സെൻസ് ഞാൻ പേഴ്സണലി അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന അത്യാവശ്യം ഭയങ്കര സ്ലോ പ്രോഗ്രസ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഭയങ്കര സ്ലോ പ്രോഗ്രസ് ആണ്. അപ്പം പയ്യെത്തുന്ന പരിപാടിയാണോ? പയ്യെ തിന്നല്ല, പയ്യെ തീറ്റ കിട്ടുന്നുള്ളൂ. തീറ്റ വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ പതുക്കെ തിന്നു പോകും. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പ്ലാൻഡ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരും. പക്ഷേ എനിക്ക് എപ്പോഴും വന്നിട്ടുള്ളത് സക്സസും ഫെയിലിയറും ഭയങ്കര അടുത്തടുത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും 1983 എന്ന് പറയുന്നതാണ് എൻ്റെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു സിനിമ ഏതാണ്? 1983 അല്ലെങ്കിൽ അതിനുശേഷം നീക്കോ ഞാച്ച. 1983 കഥാപാത്രം ആരെങ്കിലും ഇത് സഞ്ജുവിനെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടോ? ആ പ്രശ്നമുണ്ട് അല്ലേ? ആ പ്രശ്നമുണ്ട്. ഇപ്പം നീക്കോ ഞാച്ചയിൽ കണ്ടിട്ടുള്ള അത് ഇഷ്ടപ്പെട്ടുള്ള പല ആൾക്കാർക്ക് ഞാൻ പിന്നീട് വേറെ സിനിമയിൽ അഭിനയിച്ചായിട്ട് അറിവില്ല. ശരി. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക വിജയമാണല്ലോ. കാരണം പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ ഒരു എന്താ പറയുന്നത് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്, ചില ബ്രാൻഡ് റീകളക്ട് ചെയ്യുക, ഒരു സാധനം നമ്മൾ റീകളക്ട് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പണ്ട് അജു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എടാ നീ ലുക്കൊന്നും മാറ്റരുത്, ഒരു ആദ്യത്തെ ഒരു 10-12 സിനിമകൾ ഒരേപോലെ പോകണം, ഇങ്ങനെ ഫെമിലിയാരിറ്റി വരുള്ളൂ. അത് പക്ഷേ ആ സമയത്ത് അങ്ങനെ കിട്ടുന്ന സിനിമകൾ അങ്ങനെ വളരെ വിരലെണ്ണാവുന്ന സിനിമകളെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 1983 ഒരുപാട് സ്പേസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു ഹീറോ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. എല്ലാവരും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരിലും ഒരാളെന്നുള്ള രീതിയിൽ അങ്ങ് സംഭവിക്കാനൊന്നുമില്ല. അനു എങ്ങനത്തെ കഥാപാത്രങ്ങളായിരിക്കും സാധാരണ ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ തോന്നുക? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഞാൻ ശരിക്കും സ്റ്റോറി കേട്ടിട്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല്ലോ എന്നൊക്കെ തീരുമാനിക്കാറ്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ക്യാരക്ടർ ചെയ്താൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കേട്ട് കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമല്ലോ അത് അത്രേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി ഡാൻസുമായിട്ട് അങ്ങനെ കിട്ടിയാൽ തകർക്കുമായിരിക്കും. കാരണം ഡാൻസ് ഓൾറെഡി ചെറുപ്പം മുതലേ പഠിച്ചതുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു പോർഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റും. ഡാൻസ് പഠിച്ചതുകൊണ്ട് അഭിനയത്തിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ, കാരണം ഡാൻസിന് അഭിനയത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഡാൻസിൽ. പക്ഷെ എൻ്റെ അടുത്തൊരു ഡാൻസർ പറഞ്ഞത് ഡാൻസ് പഠിക്കുന്നവർക്ക് കുറച്ച് എക്സ്പ്രഷൻ കൂടുതൽ ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും. കൂടുതൽ തീർച്ചയായിട്ടും വരും. കാരണം എന്ന് വെച്ചാൽ ഡാൻസിൽ ഈ പുരുവും കണ്ണൊക്കെ ഭയങ്കര ഓവറായിട്ട് ഭയങ്കരമായിട്ട് അനക്കിയിട്ടൊക്കെയാണ് ചെയ്യുക. അപ്പം സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് മൂവിയിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പുരുവൊക്കെ വല്ലാതെ അനങ്ങുമായിരുന്നു. അത്ര അനക്കരുതെന്ന് പറയും, പുരുവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളക്കരുത് എന്ന് പറയും. പക്ഷെ ഇപ്പൊ കുറെ ഞാൻ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സിനിമ ആയില്ലേ, കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടർ ആയാലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേട്ട് കുറെ മാറി. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡാൻസ്. ചെറിയ ചെറിയ എക്സ്പ്രഷനൊക്കെ ഇടാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറ്റും.